ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫ സീൻ ഷോട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴതോറും മുൻപേ സീരിയലിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടാലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ പറഞ്ഞ നമ്മുടെ ബാലചന്ദ്രൻ വീട്ടിലോട്ട് നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തുന്ന സീനാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ അതൊന്നും നമ്മുടെ പ്രൊമോയിലോട്ട് എത്തിയിട്ടില്ല. ബാലചന്ദ്രൻ നമ്മൾ സ്റ്റാൻലി ജോസഫുമായിട്ട് സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിപ്രധാനമായൊരു കാര്യം, ഇത്രയും നേരം നമ്മുടെ ബാലചന്ദ്രൻ്റെ കൂടെ ഒപ്പമുണ്ടായിരുന്ന നമ്മുടെ ഗോവർദ്ധനൻ ഈ സത്യങ്ങളൊക്കെ ഞെട്ടലോടുകൂടി അറിയാൻ പോവുകയാണ്. അതാണ് ഇനി വരുന്ന നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും മെയിൻ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും, അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ ലൈക്കും ഹൈപ്പും അതിനോടൊപ്പം മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി ജോസഫുമായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിൻ്റെ ഗൗരവം എത്രത്തോളം വലുതാണ്, ആ സത്യാവസ്ഥകളൊക്കെ സ്റ്റാൻലിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ബാലചന്ദ്രൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതാക്കി. കാരണം താൻ ഈ പറയുന്നത് തൻ്റെ ജീവിതം, തൻ്റെ കുടുംബം, തൻ്റെ ഭാര്യയുടെ ആ ഒരു പഴയകാല അവിഹിത ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് ബാലചന്ദ്രൻ അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു നിമിഷം, ആ സമയത്തെ ആ ഒരു മാനസിക സംഘർഷം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനേക്കാട്ടിലും ഒരു ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ ഒരു ഇരട്ടി മടങ്ങാണ് നമ്മുടെ സ്റ്റാൻലി ജോസഫ് ഞെട്ടലോടുകൂടി, അതായത് തൻ്റെയും തൻ്റെ പഴയ കാമുകിയായ തൻ്റെ വൈജയന്തിയുടെയും രക്തത്തിൽ പിറന്ന മകൾ ഒരു അനാഥാലയത്തിൽ ജീവനോടെ ഉണ്ടായിരുന്നു എന്ന സത്യം ഞെട്ടലോടെ അറിയുന്നത്. അപ്പം ഈ സമയം പുറത്ത് നിന്ന് നമ്മുടെ ഗോവർദ്ധനൻ, നമ്മുടെ ആൻ്റപ്പൻ, അതായത് ആ വീട്ടിലെ സ്റ്റാൻലിയുടെ കാര്യസ്ഥനൊക്കെ ആയിട്ട് വളരെ കൂട്ടൊക്കെ കൂടി കാര്യങ്ങളൊക്കെ ചോദിച്ച് പതുക്കെ മനസ്സിലാക്കി, ഫാമിലി മാറ്ററൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഗോവർദ്ധനെ നോക്കുമ്പോൾ കുറേ നേരമായിട്ട് ബാലചന്ദ്രനെ കാണാനില്ല. അപ്പം എന്തോ അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബാലേട്ടൻ ഇയാളുമായിട്ട് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഗോവർദ്ധനെ മനസ്സിലാവുകയാണ്. അങ്ങനെ ഗോവർദ്ധനൻ പതുക്കെ ആൻ്റപ്പനുമായിട്ട് കൂട്ടുകൂടിയിട്ട് ആൻ്റപ്പൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതെ, ഒന്ന് പോയി അകത്തെ കാര്യങ്ങളും സിറ്റുവേഷനൊക്കെ എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് വരാൻ പറ്റുമോ ആൻ്റപ്പൻ ചേട്ടാന്ന് ചോദിച്ചു. ഞാനൊന്ന് നോക്കട്ടെ, ഒന്ന് പോയി വരാം, എന്തായാലും കുറേ നേരം ആയല്ലോ. അപ്പോൾ ആൻ്റപ്പൻ അകത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നമ്മുടെ ഗോവർദ്ധനൻ്റെ ആ മുഖം കണ്ട ആൻ്റപ്പൻ ഞെട്ടുകയാണ്. കാരണം എന്ന് വെച്ചാൽ അറിയാം സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്, അത്രയും ദേഷ്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇങ്ങനെ മനസ്സിനെ അലട്ടുന്ന എന്തോ ഒരു കാര്യം സാറിങ്ങനെ മനസ്സിലിട്ട് പുകയ്ക്കുന്നുണ്ട്. അവരതിനെക്കുറിച്ച് അത്രയും സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് ഈ വന്ന ആളും സ്റ്റാൻലി കേണൽ സാറും തമ്മിൽ സംസാരിക്കണേന്നുള്ളത് ആൻ്റപ്പന് മനസ്സിലാവുകയാണ്. അതുമാത്രമല്ല, ഒത്തിരി ഓവറായിട്ടുള്ള മദ്യപാനവും സ്റ്റാൻലി ചെയ്യുന്നത് ആൻ്റപ്പൻ കണ്ടു. അപ്പോൾ പരിതസ്ഥിതി അധികം ചോദിക്കാണ്ട് കണ്ടിട്ട് എന്നെ സ്റ്റാൻലി ഇങ്ങ് പോവുകയാണ്. അതായത് ബാലചന്ദ്രൻ ഇപ്പോഴെങ്ങാനും ഇറങ്ങുമോ എന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും കൂടെ കണക്കാക്കിയാണ് ആൻ്റപ്പൻ അകത്തോട്ട് പോയത്. പക്ഷേ അതിനുള്ള ഒരു സന്ദർഭമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സിറ്റുവേഷനോ ഒന്നും അല്ലായിരുന്നു അതിൻ്റെ അകത്ത്. അങ്ങനെ നമ്മുടെ ആൻ്റപ്പൻ പോയതുപോലെ തന്നെ തിരിച്ചിങ്ങ് വരണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗോവർദ്ധനോട് പറഞ്ഞു, അതെ, ഇപ്പോൾ ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല സാറിൻ്റെത്. കാര്യം വേറൊന്നുമല്ല, അവരത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള എന്തോ ഒരു മാറ്ററാണ് സംസാരിക്കുന്നതെന്ന് നമ്മുടെ ആൻ്റപ്പൻ പറയുകയാണ്. അപ്പോൾ ഗോവർദ്ധന മനസ്സിലായി, ചുമ്മാതല്ല ബാലേട്ടൻ ഇത്രയും നേരമായിട്ടും തിരിച്ചു വരാതിരിക്കുന്നതെന്നുള്ളത് നമ്മുടെ ഗോവർദ്ധന മനസ്സിലായി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ ഇറങ്ങി വരികയാണ്. അങ്ങനെ ബാലചന്ദ്രൻ വന്നു. അങ്ങനെ നമ്മൾ ആൻ്റപ്പനെ പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് വന്ന് ആ ഒരു പരിചയത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വണ്ടി കയറുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ ഗോവർദ്ധനം വണ്ടി എടുക്കുകയാണ്. ഈ സമയം മേളിലത്തെ നിലയിൽ നിന്ന് ബാൽക്കണിയിലോട്ട് വന്ന് അന്താളിപ്പോടുകൂടി, എന്ന് വെച്ചാൽ ഈ കേട്ട സത്യങ്ങളൊക്കെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ പറ്റാത്തൊരു സിറ്റുവേഷനിൽ
പകച്ചു നിൽക്കുന്ന നമ്മുടെ സ്റ്റാൻലി ജോസഫിനെയാണ് ആ മേളിൽ ബാൽക്കണിയിൽ കണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയും നേരം ചർച്ച ചെയ്ത് മനസ്സിൽ അത്രയേറെ ഒരു എന്താ പറയണ ഒരു ഒരു വല്ലാത്തൊരു തീവ്രമായ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ സ്റ്റാൻലി ജോസഫ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞറിയിക്കാൻ എത്രയായാലും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു അച്ഛൻ, അതായത് തനിക്കൊരു കുടുംബമുണ്ട്, ബാലചന്ദ്രന് ഒരു കുടുംബമുണ്ട്. അതിൽ തനിക്ക് 2 മക്കൾ, ബാലചന്ദ്രന് 3 മക്കളും. ഈ 2 കുടുംബങ്ങളെയും വിണ്ട് കീറാൻ പാകത്തിനുള്ള ഒരു തുറുപ്പുമായിട്ടാണ് ബാലചന്ദ്രൻ കടന്നു വന്നത്. ഒരിക്കലും സ്വപ്നത്തിൽ പോലും താൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ബാലചന്ദ്രൻ്റെ വായിൽ നിന്നും അറിഞ്ഞത്. തൻ്റെയും വൈജയന്തിയുടെയും രക്തത്തിൽ പിറന്ന മകൾ ജീവനോടെ ഇരിപ്പുണ്ട് എന്ന സത്യമറിഞ്ഞ സ്റ്റാൻലിയുടെ മനസ്സ് തകർന്നു പോവുകയാണ്. താൻ ഇതെങ്ങനെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? തനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിൽ ആ മനുഷ്യനിങ്ങനെ നീറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ കാറിൽ കയറി അവർ തിരിച്ച് റൂമിലോട്ടൊന്ന് പോവാണ്. കാര്യം എന്ന് വെച്ചാൽ ഒന്ന് പോയി റെസ്റ്റൊക്കെ ചെയ്തിട്ട് യാത്ര തിരിച്ച് തുടങ്ങാം, നാളത്തേക്ക് ഇറങ്ങാം എന്നുള്ള രീതിയിലാണ് ഗോവർദ്ധനും ബാലേന്ദ്രനും കൂടെ റൂമിലോട്ട് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, അല്ല ബാലേട്ടാ പോയ കാര്യങ്ങളൊക്കെ എന്തായി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പോയ കാര്യങ്ങളൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞു ഗോവർദ്ധ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും ഞാൻ വന്ന കാര്യം പറയേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞു. അല്ല ബാലേട്ട, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബാലേട്ട എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്നും, പിന്നെ അത് മാത്രമല്ല പിന്നെ ഏതോ ഒരു ഭൂതം, ഇവിടെ നിന്നൊരു ഭൂതം, ഇനി വേറൊരു നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വേറൊരു ഭൂതം, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ ബാലേട്ടൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ പറയും, നിനക്കൊന്നും മനസ്സിലാവില്ല ഗോവർദ്ധന, കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല ഞാൻ പറയാൻ പോകുന്നത്. എന്തായാലും ഞാൻ നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ തന്നെ ഇരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ അലീന വിളിച്ച് ബാലചന്ദ്രനെ തിരക്കുന്നുണ്ട്. അച്ഛാ ഇന്നത്തേക്ക് വരുമോ, യാത്ര കഴിഞ്ഞോ എന്നുള്ളതൊക്കെ, പോയ കാര്യങ്ങളൊക്കെ എന്തായി അച്ഛാ എന്നുള്ളത് അലീന ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ ഇന്ന് എന്തായാലും ഇല്ല, നാളെ ഞങ്ങൾ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പോയ കാര്യങ്ങളൊക്കെ എന്തായാലും കണ്ടു, കാണേണ്ട ആളിനെയൊക്കെ കണ്ടു, സംസാരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അലീനയുടെ മനസ്സിലൊരു വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ടാണ്. കാര്യം വേറൊന്നുമല്ല, തൻ്റെ അച്ഛൻ തൻ്റെ ആവശ്യത്തിനാണ് പോയിക്കുന്നത് എന്നുള്ളത് അലീനയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എന്താണ് ഏതാണ് തനിക്ക് നിൽക്കാൻ സേഫായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തി പോയതാണോ ഒരു ഐഡിയ അലീനയ്ക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാലേന്ദ്രനുമായിട്ട് സംസാരിച്ച് ഫോണൊക്കെ വെക്കുകയാണ്. ആ സമയം നമ്മുടെ കൃഷ്ണമോൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇന്ന് വരുമോ അലീന ചേച്ചി? അപ്പോൾ പറയും, ഇല്ല മോളെ ഇന്ന് വരില്ല, അച്ഛൻ നാളത്തേക്കേ വരത്തുള്ളൂ എന്നും പറയാം. എന്നിട്ട് കൃഷ്ണമോളെയും കൂട്ടി നേരെ രോഹിത്തിൻ്റെ അടുത്തും ബബിതയുടെ അടുത്തും ചെല്ലണം കേട്ടോ. എന്നിട്ട് ഫുഡൊക്കെ വിളമ്പി അവർക്ക് കൊടുക്കുകയും ഒരുമിച്ചിരുന്ന് എല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും നമ്മുടെ അലീനയുടെ മനസ്സിലൊരു ചോദ്യചിഹ്നം പോലെ, അച്ഛൻ എന്തിനായിരിക്കും പോയത്, അച്ഛൻ ആരെ കാണാനായിരിക്കും പോയിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു തോന്നലും ചിന്തയൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും അവരെ അറിയിച്ചില്ല. കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെ അറിയിച്ച് അവരെ ടെൻഷനാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അലീന അതൊക്കെ ഉള്ളിൽ തന്നെ അടക്കി വെക്കുകയായിരുന്നു കേട്ടോ. ഇതേ സമയം നമ്മുടെ രേവതി കുട്ടിക്ക് ഭയങ്കര വിഷമമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 3-4 ദിവസമാണെങ്കിലും അലീന ചേച്ചിയും രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ ഉണ്ടായിട്ട് ഒരു വീട് ഇത്രയും ഒരു സന്തോഷമായിട്ട് രേവതി കുട്ടിയുടെ ലൈഫിലും അങ്ങനെ ഒരു സന്തോഷം വന്നിട്ടില്ല. അപ്പം ഇവർ വന്ന് നിന്നു, ഇങ്ങനെ കുറേ നല്ല നല്ല നിമിഷങ്ങളും, ചിന്നുമോളെ കാണാൻ പോയതും പാർക്കിൽ പോയതും ഒക്കെ അങ്ങനെ ഓരോ നിമിഷങ്ങളും രേവതി കുട്ടി ഓർത്തിട്ട് രേവതി കുട്ടിയുടെ മനസ്സിന് എന്തോ ഭയങ്കര വല്ലാത്തൊരു വിഷമമായിരുന്നു. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി നമ്മുടെ ഗ്രേസമ്മേരെ മാമച്ചൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പം നമ്മുടെ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താ ഇവളുടെ മുഖം ഇത്ര കടന്ത കുത്തി കണക്ക്? ഒരു രസവും ഇല്ല ഗ്രേസമ്മ, എനിക്ക് എന്തോ പോലെ, അവരൊക്കെ പോയിട്ട് വല്ലാത്തൊരു വിഷമം. ഞങ്ങളും അത് തന്നെയാണ് ഇവിടെ ഇരുന്ന് പറയണത്. ഇത്രയും ദിവസം, അതായത് 2-3 ദിവസമാണെങ്കിലും ഈ വീടൊരു പ്രത്യേക ഒരു ഇത് തന്നെയായിരുന്നു, വൈബ് തന്നെയായിരുന്നു. കുട്ടികളും എല്ലാവരും കൂടെ ആയിട്ട് കളിച്ചിരിയും തമാശയും കുക്കിങ്ങും ഒക്കെ ആയിട്ട് ശരിക്കും മിസ് ചെയ്യണു അല്ലേ അവരെയൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ രേവതി കുട്ടിയുടെ കണ്ണൊക്കെ നിറയാണ്. കാര്യം പെട്ടെന്ന് അവരങ്ങ് പോവുകയും ചെയ്തു. ആ ഒരു സന്തോഷം പെട്ടെന്ന് സ്വിച്ചിട്ട് കണക്ക് നിന്നപ്പോൾ അത് മാമച്ചനെ പോലും വല്ലാണ്ട് വേദനിപ്പിച്ചു. കാരണം മാമച്ചന് നമ്മുടെ രോഹിത്താണെങ്കിലും ഒരു കമ്പനിയൊക്കെ കൊടുത്ത് ഇങ്ങനെ പോവല്ലായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഇത് തന്നെയായിരുന്നു.
അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനും നമ്മുടെ ഗോവർദ്ധനും റൂമിലെത്തുകയാണ്. അപ്പോൾ റൂമിലെത്തി കഴിയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ്റെ അടുത്ത് നമ്മുടെ ഗോവർദ്ധനം ചോദിക്കുന്നുണ്ട്, അല്ല ബാലേട്ട, ശരിക്കും ബാലേട്ടൻ ഇവിടെ ആരെ കാണാനാണ് വന്നേ? ഇത്രയും നേരം അയാളുമായിട്ട് ആ കേണലുമായിട്ട് എന്താ സംസാരിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, അത് ഞാൻ ശരിക്കും വന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ വന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി, ബാലേട്ടൻ വന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അലീനയുടെ എന്തെങ്കിലും ആവശ്യമായിട്ടാണോ ബാലേട്ട വന്നതെന്ന് ഗോവർദ്ധനൻ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ പറയും, അത് ശരിയാണ് നീ പറഞ്ഞത്, ഞാൻ അലീനയുടെ ആവശ്യമായിട്ട് തന്നെയാണ് വന്നത്. ആണോ? എന്നിട്ട് എന്തായി ബാലേട്ട കാര്യങ്ങളൊക്കെ? ആദ്യം ഗംഗേട്ടനെ പോയി കണ്ടായിരുന്നു, ഇപ്പം ഈ പുനലൂർ പോയി കേണൽ സ്റ്റാൻലി ജോസഫിനെ പോയി കണ്ടായിരുന്നു. അല്ല, എന്താണ് എന്നിട്ട് പോയ കാര്യം എന്തായിരുന്നു എന്നുള്ളത് എനിക്കത് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നുള്ളത് അറിയില്ല. അല്ല, ബാലേട്ടനത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട കേട്ടോ, കുഴപ്പമില്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ബുദ്ധിമുട്ടോ? നിന്നോടോ? എന്തിന്? ഒന്നുമില്ല, പക്ഷെ അത് എവിടെ തുടങ്ങണം എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയാത്തതുള്ളൂ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ നമ്മുടെ ഗോവർദ്ധനുമായിട്ട് സംസാരിക്കാൻ കേട്ടോ. ഈ സമയം നമ്മുടെ കൈതക്കൽ വീട്ടിൽ നമ്മുടെ ഗംഗാധരനും അതുപോലെ ശിവശങ്കരനും ഒക്കെ ഭയങ്കര ടെൻഷനിലാണ്. എന്താകും ഏതാകും? വൈജയന്തിക്ക് പിന്നെ ഇനി അലീന പോയില്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ ഒരു വീടെടുത്ത് മാറേണ്ടി വരും എന്ന ചിന്തകളൊക്കെയാണ്. കാരണം ഇവിടെ നിൽക്കുന്നത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങേറ്റം അമ്മയ്ക്ക് പോലും, സൗദാമിനി അമ്മയ്ക്ക് പോലും ഒരു ബുദ്ധിമുട്ട് പോലെ സംസാരത്തിൽ വൈജയന്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താൻ കാരണം മറ്റുള്ളവർ അങ്ങനെ ഒരു ഇറിറ്റേഷൻ അനുഭവിക്കേണ്ടത് വൈജയന്തിക്ക് ഇഷ്ടമല്ല. അതിൻ്റെ ആവശ്യമൊന്നും താൻ ഒന്നുമില്ലാത്തോ ആരും ഇല്ലാത്തവളോ അല്ല, അതിൻ്റെ ആവശ്യം തനിക്കില്ല എന്നൊരു ചിന്താഗതിയൊക്കെ നമ്മുടെ വൈജയന്തിയുടെ ഉള്ളിൽ വരുന്നുണ്ട്. പക്ഷേ ഗംഗാധരനും ശിവശങ്കരനും മനസ്സിൻ്റെ നെഞ്ചിരിപ്പ്. ശിവശങ്കരനാണെങ്കിൽ ഹരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഹരിയെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു അലച്ചിലാണ് ഈ ഒരു അവസ്ഥയും കൂടെ വന്നിരിക്കുന്നത്. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗംഗാധരൻ പറയും, എന്തായാലും ബാലേന്ദ്രൻ വരട്ടെ, വന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക് ആലോചിച്ച് ചെയ്യാം എന്ന രീതിയിൽ ഇരിക്കാൻ കേട്ടോ. ഇതേ സമയം ബാലചന്ദ്രൻ നമ്മുടെ ഗോവർദ്ധനോട് സത്യങ്ങളൊക്കെ പറയണ, അതായത് താൻ ഇവിടെ വന്നേക്കുന്ന മെയിൻ അലീനയുടെ ആവശ്യമായിട്ടാണ്. അപ്പോൾ ഗോവർദ്ധൻ ഇങ്ങനെ കേട്ട് നിൽക്കണം. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഞാൻ വേറൊന്നിനുമല്ല, നമ്മുടെ അലീനയുടെ അച്ഛനെ കാണാനാണ് വന്നത്. അപ്പം ഗോവർദ്ധനൻ ചോദിക്കും, അച്ഛനോ? ബാലേട്ടൻ്റെ മോളല്ല എന്നുള്ളത് ബാലേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ആരാണ് അലീനയുടെ അച്ഛൻ? അപ്പോഴാണ് ബാലചന്ദ്രൻ ആ ഞെട്ടിക്കുന്ന സത്യം പറയുന്നത്. കേണൽ സ്റ്റാൻലി ജോസഫ്, പുനലൂരുള്ള കേണൽ സ്റ്റാൻലി ജോസഫ്. അപ്പം ഗോവർദ്ധൻ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം വേറൊന്നുമല്ല, അലീനയുടെ അച്ഛൻ ഈ ഒരു വ്യക്തിയാണോ എന്നുള്ളൊരു അമ്പരപ്പോടു കൂടി ഗോവർദ്ധനൻ നിൽക്കുകയാണ്. അപ്പോൾ നിനക്ക് അമ്മ ആരാണെന്നറിയോ? അലീനയുടെ അമ്മ. ഇത്രയും നാൾ അവൾ അമ്മയുടെ കൂടെ ആയിരുന്നു, പക്ഷെ അവളുടെ അമ്മയ്ക്ക് അവളെ തിരിച്ചറിയാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഗോവർദ്ധനൻ ചോദിച്ചു, അമ്മയുടെ കൂടെയോ? എനിക്ക് മനസ്സിലായില്ലേ, ബാലേട്ടൻ എന്തായി പറയണേ? അതായത് അലീനയുടെ അമ്മ എൻ്റെ ഭാര്യയായ വൈജയന്തി എന്ന് പറയുന്നത്. അത് ഇടിവെട്ട് കണക്കാണ് ഗോവർദ്ധൻ്റെ നെഞ്ചിലങ്ങോട്ട് പതിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം. വൈജയന്തി എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, എന്താണ്, ഒരു ദേഷ്യവും ഒരു അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്, ഒരു ഡിസിപ്ലിൻ, ഭയങ്കര ഇതായിട്ടുള്ള ഒരു ലേഡി ആയിട്ടാണ് നമ്മുടെ ഗോവർദ്ധൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവർദ്ധന് ഇടിവെട്ടി കണക്കുള്ളൊരവസ്ഥയായി. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് കൂടി അറിയില്ല. ആകെ ബാലേട്ടൻ എന്താ ഈ പറയണേ? വൈജയന്തിയോ? അപ്പം അലീനയുടെ അമ്മ അതോ? അപ്പോൾ ബാലചന്ദ്രൻ അത് അത്രയ്ക്കും ഗോവർദ്ധനോട് പറയണമെങ്കിൽ അതൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം, എത്രത്തോളം മനസ്സിന് ആ ഒരു ബുദ്ധിമുട്ട് വരുത്തിയിട്ടാണത് പറഞ്ഞത് എന്നുള്ളത്, അല്ലേ? ഒന്ന് ആലോചിക്കണം. തൻ്റെ സ്വന്തം ഭാര്യയുടെ മകളാണ്, അവിഹിതത്തിലുണ്ടായ മകളാണ് അലീന. കേണൽ സ്റ്റാൻലിക്കും എൻ്റെ ഭാര്യയായ വൈജയന്തിക്കും 22 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായ മകളാണ് അലീന എന്ന സത്യം.
അങ്ങനെ ആ ഒരു വലിയ ഞെട്ടിക്കുന്ന സത്യം നമ്മുടെ ഗോവർദ്ധനൻ അറിയുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുമാത്രമല്ല, പിന്നെ നമ്മുടെ ഈ ചാനലിൽ തന്നെ സാന്ത്വനം 2 ഞാൻ കറക്റ്റ് 6 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ മറ്റ് ചാനലായ സുമി മുഫാസ് മനസ്സിലെ കാറ്റത്തെ കിളിക്കൂടും, പിന്നെ ഇവർ വിവാഹിതരായ 2 പരമ്പര ഇടുന്നുണ്ട്. അപ്പം 2 ചാനലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു തരും എന്ന പ്രതീക്ഷയോടുകൂടി നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.